Hi, welcome you all for the question discussion for GAB 12 Botany. മക്കളെ ഇന്നത്തെ എക്സാമിനേഷൻ GAB 12 എക്സാമിനേഷൻ താരതമ്യ മറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബാക്ടീരിയകളെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സെക്ഷൻ എ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ദാൻ സെക്ഷൻ ബി. ഇസ് ഇറ്റ്? അപ്പം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. ലെറ്റ്സ് ചെക്ക് ദ ഫസ്റ്റ് സെക്ഷൻ എ. സെക്ഷൻ എയിലെ 35 കമ്പൽസറി ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്തു നോക്കാം. മക്കളെ ആദ്യത്തെ ചോദ്യം നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന ചോദ്യം. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയാൻ വേണ്ടി ഓരോന്നായിട്ട് നോക്കാം. കിങ്ഡം പ്ലാന്റേ ഇൻക്ലൂഡ്സ്. പ്ലാന്റ് കിങ്ഡത്തിന്റെ പെക്യുലാരിറ്റീസ് ആണ് നോക്കാം. യൂകാരിയോട്ടിക് ആണ്, ഓട്ടോട്രോഫിക് ആണ്, ക്ലോറോഫിൽ കണ്ടെയ്നിങ്. അപ്പൊ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സംശയമില്ല. രണ്ടാമത്തെ നോക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ബട്ട് നോട്ട് ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേംസ് ഇല്ലാതെ നമുക്ക് എന്ത് പ്ലാന്റ് കിങ്ഡം. ഓക്കെ, അപ്പൊ അത് തെറ്റായ ഓപ്ഷൻ ആണ്, ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ മൂന്നാമത്തെ നോക്കുക. പ്ലാന്റ്സ് ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ബിറ്റ്വീൻ ഹാപ്ലോയിഡ് ഗെമിറ്റോഫൈറ്റ് ആൻഡ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. മക്കളെ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ 1ഉം 3ഉം ആണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 2 അല്ലേ കറക്റ്റ് വൺ? യാ, ദാറ്റ്സ് ഇറ്റ്. മക്കളെ വീണ്ടും അടുത്ത നോക്കാം. രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത നോക്കുക. പ്ലാന്റ്സ് ഹാവ് ഡാഷ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ചെടികൾക്ക് അതിന്റെ ലൈഫ് സൈക്കിളിൽ സെക്ഷൽ ആണോ എസെക്ഷൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മക്കളെ പറയാം? ഒരു സംശയമില്ല, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് അല്ലേ, ഒരു സംശയമില്ല. ഓക്കെ അല്ലേ? യെസ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കിങ്ഡം ആനിമേലിയ. എന്നിട്ട് നമ്മളോട് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഹെട്രോട്രോഫിക് ആണ്, യൂകാരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലുലാർ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. സെൽസ് ഡു നോട്ട് ഹാവ് സെൽ വാൾ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ് കറക്റ്റ്. അപ്പൊ മൂന്നും കറക്റ്റ് അല്ലേ? ശരിക്കും 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ അല്ലേ? യെസ്. മക്കളെ നാലാമത്തെ ചോദ്യം നോക്ക്. നാലാമത്തെ ചോദ്യത്തിൽ ആരാണ് ആദ്യമായിട്ട് വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്തത്? ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമായിട്ട് വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ WM സ്റ്റാൻലി അല്ലേ? യാ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വീണ്ടും അഞ്ചാമത്തെ നോക്കുക. പ്ലാന്റ് ഷോ താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പൊ താലസ് ആണ്. ഇപ്പൊ താലസ് ചോദിക്കുന്നത് ആൽഗിയും ബ്രയോഫൈറ്റ്സും ആണ്. റൈസോയിഡ്സ് ഉണ്ട്, അപ്പൊ സംശയമില്ല ബ്രയോഫൈറ്റ് ആണ്. ഹാപ്ലോയിഡ് ആണ്, അവർക്ക് വാട്ടർ മസ്റ്റ് ആണ് ടു കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ. ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം ആരാന്നാ ചോദിക്കുന്നത്? ഇറ്റ്സ് നോ ഡൗട്ട് ദ വൺ ആൻഡ് വൺ ഓൺലി ബ്രയോഫൈറ്റ്സ്. മക്കളെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രോതാലസിനെ കുറിച്ചാണ്. പ്രോതാലസ് ആരാ എന്ന് ചോദിച്ചാൽ സ്ട്രക്ചർ ഇൻ ടെറിഡോഫൈറ്റ്സ് ഫോം ബിഫോർ ദ താലസ് ഡെവലപ്സ്. ഓക്കെ, ടെറിഡോഫൈറ്റിന്റെ ഒരു സ്ട്രക്ചർ ആണ്, അതവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കുക. സ്പോറോഫൈറ്റിക് ലിവിങ് ഫ്രീ ലിവിങ് സ്ട്രക്ചർ. അതൊരിക്കലും സ്പോറോഫൈറ്റിക് അല്ല, ഗെമിറ്റോഫൈറ്റിക് ആണ്. ഓക്കെ, വീണ്ടും ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. ഗെമിറ്റോഫൈറ്റിക് ആണ്, ഫ്രീ ലിവിങ് സ്ട്രക്ചർ ആണ് ഫോംഡ് ഇൻ ടെറിഡോഫൈറ്റ്സ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫ്രീ ലിവിങ് ആണ്, അത് ഗെമിറ്റോഫൈറ്റ് ആണെന്നുള്ളത് സംശയമില്ല. അപ്പൊ മക്കളെ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ. അവസാനത്ത് നോക്കുക മക്കളെ. പ്രിമിറ്റീവ് സ്ട്രക്ചർ ആണ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ശരിക്കും ബിഫോർ ഫെർട്ടിലൈസേഷൻ അല്ലേ? അപ്പൊ മക്കളെ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ഏതാ നോക്കുക. ഗെമിറ്റോഫൈറ്റിക് ഫ്രീ ലിവിങ് സ്ട്രക്ചർ അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്ലാന്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഡിപ്ലോയിഡ്. അപ്പൊ തന്നെ ഊഹിച്ചു, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇതെല്ലാം ഡിപ്ലോയിഡ് ആണ്. വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ പിന്നെ ടെറിഡോഫൈറ്റ്സിനെ തട്ടാം. ദേ ഗ്രോ ബിയറിംഗ് സ്പോറോഫിൽ. അപ്പൊ പിന്നെ ടെറിഡോഫൈറ്റ്സ് ജിംനോസ്പംസ് മാത്രമേ ഒതുങ്ങി കോൺസ്. അപ്പൊ പിന്നെ ഒരു സംശയമില്ല മക്കളെ, ഏതാ? ജിംനോസ്പം അല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രോട്ടോണീമിയെ കുറിച്ചാണ്. പ്രോട്ടോണീമിയെ കുറിച്ച് പറയുമ്പോൾ അത് ആരാ? അത് മോസ് പ്ലാന്റിന്റെ പ്രിയപ്പെട്ട പാർട്ടാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് സ്റ്റേജ് ആണോ ചോദിച്ചാൽ സ്പോറിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ അത് ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? ഹാപ്ലോയിഡ്, അതും ഡൗട്ട് ഇല്ല. ഫൗണ്ട് ഇൻ മോസസ് കൃത്യമായിട്ടുണ്ട്. ടെറിഡോഫൈറ്റ്സ് അല്ലല്ലോ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിലെ കറക്റ്റ്. യെസ്. ഒൻപതാമത്തെ ചോദ്യം നോക്കും മക്കളെ. പ്രോപ്പ് റൂട്ട്സ് ഓഫ് ബാനിൻ ട്രീ. ഓക്കെ, ആൽമരത്തിന്റെ പ്രോപ്പ് റൂട്ട്സിന്റെ പ്രത്യേകത എന്താ? അത് ഹാങ് ചെയ്ത് അതിന് സപ്പോർട്ട് അല്ലേ? അപ്പൊ സപ്പോർട്ടിംഗ് റൂട്ട്സ് അല്ലേ? അപ്പൊ റെസ്പിറേഷൻ നമുക്ക് ന്യൂമാറ്റോഫോസിലേക്ക് പോവാം. അപ്പൊ പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ദ ബിഗ് ട്രീ
3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബേസൽ പ്ലാസന്റേഷൻ ഒക്കേഴ്സ് ഇൻ. മക്കളെ ബേസൽ പ്ലാസന്റേഷൻ നമ്മൾ മോർഫോളജിയിലും ഫാമിലീസിലും പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പ്ലാസന്റേഷനിലും പഠിക്കുന്നുണ്ട്. പ്ലാസന്റേഷനിൽ നമ്മൾ പഠിക്കുന്ന 2 പേരെ കുറിച്ചാണ്. ഒന്ന് മാരിഗോൾഡും ഒന്ന് സൺഫ്ലവറും. അവർ 2 പേര് ആസ്ട്രേസിയ ഫാമിലിയാണ്. അത് ഇവിടെ ഒട്ട് ഇല്ലതാനും. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ നോക്കാം മക്കളെ. പൊയേസിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ബേസൽ പ്ലാസന്റേഷൻ. സോ വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് ഓപ്ഷൻ പൊയേസി. ഓക്കെ അല്ലേ? യെസ്. 11ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ ഇസ് ഫൗണ്ട് ഇൻ. ട്വിസ്റ്റഡിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ട്വിസ്റ്റഡ് ലേഡീസ് ഫിംഗർ ഉണ്ട് അല്ലേ? അപ്പൊ അവരൊക്കെ ഏത് ഗ്രൂപ്പിലാ വരിക? മാൽവേസിയ ഗ്രൂപ്പിലല്ലേ വരിക? ഒരു സംശയമില്ല. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു മാൽവേസിയ, നമ്മുടെ കോട്ടൺ ഫാമിലി. ഓക്കെ, യെസ്. 12ാമത്തെ ചോദ്യം നോക്കും മക്കളെ. സ്കൂട്ടല്ലം ഇസ് എ പാർട്ട് ഓഫ്. സ്കൂട്ടല്ലം എന്തിന്റെ പാർട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാം മക്കളെ? അത് മോണക്കോട്ട് എംബ്രിയോന്റെ പാർട്ടല്ലേ? മോണക്കോട്ട് എംബ്രിയോന്റെ കോട്ട്ലഡിനെ വിളിക്കുന്ന പേരല്ലേ സ്കൂട്ടല്ലം എന്ന് പറയുന്നത്? യെസ്, ദാറ്റ്സ് ഇറ്റ്. 13ാമത്തെ ചോദ്യം നോക്കും മക്കളെ. പാരൻകൈമയെ കുറിച്ചാണ്. പാരൻകൈമയെ കുറിച്ച് നമ്മൾ അനാറ്റമിയിലെ ഫസ്റ്റ് പാർട്ടിലാണ് പഠിക്കുന്നത്. അത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഫോംസ് ദ മേജർ കോമ്പണന്റ് വിത്തിൻ ഓർഗൻ. കറക്റ്റ് ആയിട്ട് NCERT-യിലുണ്ട്. എപ്പിഡെമിസിന്റെ താഴെയായിട്ട് ഡൈക്കോസ്റ്റമിൽ കോളൻ കൈമയാണ്. മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് മക്കളെ ആരൊക്കെയാ? നമ്മുടെ കോളൻ കൈമയും സ്ക്ലീറൻ കൈമയാണ്. അപ്പൊ പിന്നെ നമുക്ക് ആകെ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ. 14ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. 114. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അൺഈവൻ തിക്കണിങ് ഓഫ് സെൽ വാൾ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ക്ലീറൻകൈമ. അത് അൺഈവൺ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മക്കളെ, കാരണം അത് പ്രോപ്പർലി തിക്കൻഡ് ആണ് ഡ്യൂ ടു ലിഗ്നിൻ. അപ്പൊ അത് വിട്ടു. അടുത്ത് നോക്കുക. പെരിബ്ലം ഫോംസ് ദ കോർട്ടെക്സ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട്. പെരിബ്ലം എന്ന ടേം നമുക്ക് ഡയറക്റ്റ് NCERT-യിൽ പല സ്ഥലത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമുക്കറിയാം എപ്പിഡെർമിസിനെ ഉണ്ടാക്കുന്ന എപ്പിബ്ലമ, പെരിബ്ലം ആൻഡ് പ്ലെറോം എന്ന് പറയുമ്പം പെരിബ്ലം കോർട്ടെക്സിന്റെ പാർട്ടാന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ. 3ാമത്തെ നോക്കുക. ട്രക്കീസ് ആർ ദ ചീഫ് വാട്ടർ ട്രാൻസ്പോർട്ടിങ് ഇൻ ജിംനോസ്പോം. റൈറ്റ് ഓപ്ഷൻ. അതേസമയം ആൻജിയോസ്പോംസിലേക്ക് വരുമ്പോൾ അത് വെസൽസ് ആയി. ട്രക്കീസും വെസൽസും വന്നു. ട്രക്കീസ് ജിംനോസ്പോംസിലെ വെസൽസ് ഇല്ല, ട്രക്കീസ് മാത്രമാണ്. നോക്കാം മക്കളെ. കമ്പാനിയൻ സെൽസിന് ന്യൂക്ലിയസ് ഇല്ല. കമ്പാനിയൻ സെൽസിന് നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിലല്ലേ അവരുടെ സ്വന്തം സീവ് IS ട്യൂബിനെ മാത്രം അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. സോ ബിയും സിയും കറക്റ്റ് അല്ലേ മക്കളെ? സോ 4ാമത്തതാണ് മക്കളെ കറക്റ്റ് ആൻസർ. നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സിമ്പിൾ ടിഷ്യൂസ്? അപ്പൊ സിമ്പിൾ ടിഷ്യൂസ് നോക്കും മക്കളെ. പാരൻകൈമ, സൈലം ആൻഡ് ഫ്ലോയം. തെറ്റ്. പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ ഇവരല്ലേ മക്കളെ സിമ്പിൾ ടിഷ്യൂസ്. കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലേ സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ മക്കളെ. 16ാമത്തെ ചോദ്യം നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലാറ്ററൽ മെരിസ്റ്റം? ലാറ്ററൽ മെരിസ്റ്റം അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഇന്റർകാലറി മെരിസ്റ്റം ലാറ്ററൽ അല്ല. ഇൻട്രാഫെസിക്കുലർ എന്ന് പറഞ്ഞാൽ ബണ്ടിലിന്റെ ഉള്ളിലുള്ളതാണ്. അവൻ സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കാം. ഇന്റർഫെസിക്കുലർ കാമ്പിയം അവനും സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കാം. ഫെല്ലോജനും സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കാം. ഓക്കെ. ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അനാറ്റമിയുടെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പേജിൽ തന്നെ ലാറ്ററൽ മെരിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാമ്പിയങ്ങളെ കുറിച്ചൊക്കെ പറയാറില്ലേ? ഓക്കെ മക്കളെ. അപ്പൊ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. 17ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 17ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. സെറ്റ് ഓഫ് സെൻട്രിയോൾ. എ സെറ്റ് ഓഫ് സെൻട്രിയോൾ. ഓക്കെ. എ സെറ്റ് ഓഫ് സെൻട്രിയോൾ ടുഗദർ ഫോംസ്. സെൻട്രിയോളില് 2 ഇരട്ട കുട്ടികളല്ലേ? ഓക്കെ. പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മയെ വിളിക്കുന്ന പേരല്ലേ സെൻട്രോസോം എന്ന് അല്ലേ? അപ്പൊ സെൻട്രോസോം 2 സെൻട്രിയോള്. അപ്പൊ 2 സെൻട്രിയോള് നമ്മൾ ഇങ്ങനെയല്ലേ കാണിക്കാറ്? പ്രത്യേകിച്ച് അതിലൊരു കൺഫ്യൂഷന്റെ ആവശ്യം നമുക്കില്ല. കാരണം 2 സെൻട്രിയോള് ദോ ഇങ്ങനെയായിട്ട് നമ്മൾ കിടക്കും. അപ്പൊ ഇവർ രണ്ടും കൂടി, ഇത് 2 സെൻട്രിയോൾ, ഇവർ 2 പേരും കൂടി ഒന്നിച്ചുള്ളതല്ലേ ഈ സെൻട്രോസോം എന്നുള്ള ടേം. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. 18ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. ക്രോമസോം ഇൻ വിച്ച് സെൻട്രോമിയം ലൈസ് സ്ലൈറ്റ്ലി അവേ ഫ്രം ദ മിഡിൽ. അപ്പൊ മെറ്റാസെൻട്രിക് അല്ല. റിസൾട്ടിങ് ഇൻ ഒരു ചെറുതും ഒരു വലുതും. ഓക്കെ. അപ്പൊ ആക്രോയും അല്ല ടീലോയും അല്ല. അപ്പൊ നമ്മൾ ഏതാ കറക്റ്റ് ആയിട്ട് പറയാം മക്കളെ? അപ്പൊ സെൻട്രോമിയർ നടുവിലല്ല. അപ്പൊ ലോങ്ങർ ആമും പിന്നെ ഒരു ഷോർട്ടർ ആമും. അപ്പൊ സ്ലൈറ്റ്ലി അവേ ആയതുകൊണ്ട് നമ്മൾ സബ് മെറ്റാസെൻട്രിക് എന്നല്ലേ കൊടുക്കേണ്ടത്?
Z. യെസ്. 19ാമത്തെ ചോദ്യം നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്തേ കണ്ടില്ല എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ നോക്കാം, മാച്ച് ദ ഫോളോയിങ് ടേംസ്. നോക്കുക, സൈസിനനുസരിച്ച് നോക്കാം. ബാക്ടീരിയയുടെ സൈസ് കറക്റ്റ് ആയിട്ട് നമുക്കവിടെ 1.2 മൈക്രോമീറ്റർ ഒക്കെയാണ് സ്യൂട്ടബിൾ. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ നോക്കാം, വൈറസിന്റെ എടുക്കുകയാണെങ്കിൽ മക്കളെ വൈറസിൻ്റെത് എത്രയാന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. വൈറസ് 0.02 to 0.2 മൈക്രോമീറ്റർ. ഇപ്പൊ B2 എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, ഇനി അടുത്ത സി നോക്കാം. PPLOന്റെ എടുക്കുകയാണെങ്കിൽ PPLO ആണ് ഏറ്റവും ചെറുത് മക്കളെ. അപ്പൊ PPLO ഗോസ് ടു 0.1. ഇപ്പൊ 0.1 എടുക്കുകയാണെങ്കിൽ C41. അപ്പൊ പിന്നെ നാലാമത്തെ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത നോക്കാം മക്കളെ, ടിപ്പിക്കൽ യൂക്കാരിയോട്ടിക് സെല്ല് ഏറ്റവും വലുതാണ് 10 to 20 മൈക്രോമീറ്റർ. അപ്പൊ D4 ആയി. പിന്നെ 1ൽ A കൊടുത്തിരിക്കുന്നത് 3 ആണ്. 3 ശരിക്കും പറഞ്ഞാൽ 1.2 അല്ല ഇവിടെ വരേണ്ടത്, ശരിക്കും 1 to 2 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, 1 to 2 മൈക്രോമീറ്റർ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ടിപ്പിക്കൽ ബാക്ടീരിയ ഗോസ് ടു 3 ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഗോസ് ടു 4. അതല്ലേ കറക്റ്റ് മക്കളെ. 19ാമത്തെ ചോദ്യം 4ാമത്തെ ഓപ്ഷൻ ആണ് മക്കളെ. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ പൊള്ളൻ മദർ സെൽസ്. കറക്റ്റ് അല്ലേ മക്കളെ? മിയോസിസ് എപ്പോഴും പൊള്ളൻ മദർ സെൽസ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. പോളൻ മദർ സെൽസ് മിയോസിസ് വഴി 4 മക്കളെ പ്രസവിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ അതിന്റെ റീസൺ നോക്ക്. ഈച്ച് പൊള്ളൻ മദർ സെൽസ് പ്രൊഡ്യൂസസ് 4 ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ മിയോസിസ് വഴി 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ രണ്ടും കറക്റ്റ് ആണെന്നുള്ള ഒരു സംശയമില്ല. മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ്. അപ്പൊ പിന്നെ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനിലെ മക്കളെ. സോ ലെറ്റ്സ് മൂവ് ടു ദ ആൻസർ 1. മക്കളെ 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ ക്രോമസോം നമ്പർ ബിക്കംസ് ഹാഫ്. ക്രോമസോം നമ്പർ നേരെ പകുതിയാവുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയണം മക്കളെ. ദ ക്രോമസോം നമ്പർ നേരെ പകുതിയാവുന്നു. 46 ക്രോമസോം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 23 ക്രോമസോം മുകളിലോട്ടും 23 ക്രോമസോം താഴോട്ടും പോകുന്നത് ഒരേ ഒരു സ്റ്റേജിലല്ലേ, അനാഫേസ് ഫസ്റ്റിൽ വെച്ചിട്ടല്ലേ ഇത് സംഭവിക്കുള്ളൂ. യാ ദാറ്റ്സ് ഇറ്റ്. 22ാമത്തെ നോക്കും മക്കളെ. ദ ലോങ്സ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്. മിയോസിസിലെ ഏറ്റവും ലോങ്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ 5 സബ്സ്റ്റേജസ് കാണുന്നല്ലേ. ഏതൊക്കെയാ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ വരുന്ന പ്രോഫേസ് ഫസ്റ്റ് വരുന്നത് ഇസ് ദ ലോങ്സ്റ്റ് ഫേസ്. നോ, യാ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത് ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ഓപ്ഷൻ. മക്കളെ 23ാമത്തെ നോക്കുക. റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം. RUBP ഏത് റിയാക്ഷനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്? നമുക്ക് നന്നായിട്ട് അറിയാം. റുബിസ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം എന്ന് പറയുമ്പോൾ കാർബോക്സിലേസ് ആക്ടിവിറ്റിയും കാണിക്കും, ഓക്സിജനേസ് ആക്ടിവിറ്റിയും കാണിക്കും. അത് കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ C3 സൈക്കിളിൽ RUBPനെ എന്ത് ചെയ്യും? RUBPനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. ശരിയല്ലടാ? RUBPനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? എന്നിട്ട് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യും. അത് പിന്നീട് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഇതാണ് ബേസിക്കലി റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ്. ഇതിന്റെ മെയിൻ ജോലി. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടിയാലാണത് ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കുക. നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓക്സാലോ അസെറ്റിക് ആസിഡ്, അത് C4 പാത്വേ ആണ്, അതില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും RUBP ആയിട്ട്. കറക്റ്റ് ഓപ്ഷൻ ആണ് C3 പാത്വേ. RUBP ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഇല്ല. PGAL എന്ന് പറയുന്ന സംഗതിയുമായിട്ട് ഇവിടെ അത് ഇടയ്ക്ക് വെച്ച് ഫോം ചെയ്യുന്നുള്ളൂ. PGN ഡൈഹൈഡ്രോക്സി എസ്റ്റോൺ ഫോസ്ഫേറ്റ്, DHAP ഒക്കെ നമുക്ക് ഗ്ലൈക്കോളൈസിസിലാണ് മക്കളെ. അപ്പൊ കറക്റ്റ് ആൻസർ 2 അല്ലേ മക്കളെ? 2 ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ മക്കളെ? 24ാമത്തെ ചോദ്യം നോക്ക്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആരാണ് ആദ്യമായിട്ട് എനുസിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമില്ല. ഡാർക്ക് റിയാക്ഷൻ, കറുത്ത റിയാക്ഷൻ കൊണ്ടുവന്ന കറുത്ത മനുഷ്യൻ, അത് ബ്ലാക്ക്മാൻ അല്ലേ മക്കളെ? യഥാർത്ഥ 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും മക്കളെ. വെൻ മനുഷ്യൻ ഒരു മത്സ്യത്തെ കഴിച്ചു, മനുഷ്യൻ ടോപ്പ് ഓർഡർ ആണ്, അവൻ ഫിഷ് അതിന്റെ താഴെ വന്നു. വിച്ച് ഫീഡ്സ് ഓൺ സൂ പ്ലാങ്ക്ടൺസ് ദാറ്റ് ഈറ്റ് സ്മോൾ പ്ലാന്റ്സ്. അപ്പൊ ആരാണ് പ്രൊഡ്യൂസർ എന്നാ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു സംശയമില്ലല്ലോ മക്കളെ. സ്മോൾ പ്ലാന്റ്സ് T1 ആണ്, സൂ പ്ലാങ്ക്ടൺസ് T2, T3, T4. അപ്പൊ ആരായിരിക്കും മക്കളെ? സ്മോൾ പ്ലാന്റ്സ് അല്ലേ? പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല.
26ാമത്തെ ചോദ്യം നോക്കും മക്കളെ. പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് എങ്ങനെ ഉണ്ടായി? കീ പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസ് വഴി ഉണ്ടാവുന്ന പൈറുവിക് ആസിഡിന് പലതരത്തിലുള്ള മെറ്റബോളിക് ഫേറ്റുകളുണ്ട്. എയറോബിക് കണ്ടീഷനിൽ നോക്കും മക്കളെ, എയറോബിക് കണ്ടീഷനിൽ ഇത് എന്തായിട്ട് മാറും എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ ഫൈനൽ പ്രൊഡക്റ്റ് ചോദിച്ചാൽ മക്കളെ എന്താ എഴുതുക? ഫൈനൽ പ്രൊഡക്റ്റ് ഏതാ? അപ്പം എസറ്റൈൽ കോഎൻസൈമും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് എടുക്കാവുന്നത് എവിടെയാ? ക്രബ് സൈക്കിളിലേക്ക് കയറുന്നതിന് മുമ്പ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡ് എയറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞു വരുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും അല്ലേ. ഇപ്പൊ എസറ്റൈൽ കോഎൻസൈം എന്ന് പറയുമ്പം ഫാറ്റി ആസിഡിന്റെ ഓക്സിഡേഷനിലൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് എടുക്കുക. ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അണ്ടർ എയറോബിക് കണ്ടീഷൻസ് ഇറ്റ് ഫോംസ് എന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിലേക്ക് കയറി. യു ഗോട്ട് ഇറ്റ്. അതേസമയം എസറ്റൈൽ കോഎൻസൈമേയും ഒരുപാട് സ്ഥലത്തെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാത്രം എടുക്കാം. ഓക്കെ, സോ 26 2ലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 27ാമത്തെ ചോദ്യം വലിയ ബുദ്ധിമുട്ടില്ലല്ലോ മക്കളെ. RQ എന്ന് പറയുന്നത് നോക്ക് 0.7. അപ്പൊ അത് ഉറപ്പിച്ചു, അത് ഫാറ്റ്സ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് അല്ല, ഓർഗാനിക് ആസിഡ് അല്ല, ട്രൈ പാൽമിറ്റിൻ ആണ് RQലെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള എടുത്തത് മക്കളെ. വിച്ച് വൺ ഇസ് നോട്ട് ദ കറക്റ്റ് അബൌട്ട് ക്രബ് സൈക്കിൾ? ഓക്കെ, ക്രബ് സൈക്കിളിന്റെ കേസിൽ കറക്റ്റ് അല്ലാത്തതാ ചോദിക്കുന്നത്. അത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ 6 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ കോൾഡ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നറിയാം. ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് മാലിക് ആസിഡ് അല്ല എന്നും അറിയാം. ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഏതാ മക്കളെ? എസറ്റൈൽ കോഎൻസൈം എ അല്ലേ, ലിങ്ക് റിയാക്ഷനെ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം NCERT വേർഡ്സ് ആണ്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഉണ്ടാവുന്ന കേസ് അടക്കം NCERTയിലുള്ള പോയിന്റ്സ് ആണ് മക്കളെ. 29ാമത്തെ ചോദ്യം നോക്ക്. റെസ്പിറേറ്ററി കോഷൻ RQ സം ഓഫ് ദ കോമ്പൗണ്ട്സ് ആ 4 ഉണ്ട്, 1 ഉണ്ട്, 0.7 ഉണ്ട്. ഈ കോമ്പൗണ്ട്സ് ആർ ഐഡന്റിഫൈഡ് ആസ് 4 വരുന്നത് എപ്പോഴും നമുക്ക് ഓർഗാനിക് ആസിഡിൽ, ഓക്സാലിക് ആസിഡിലാണ്. മാലിക് ആസിഡിൽ അത് 1.3 ആണ്. നോക്ക് മക്കളെ, കാർബോഹൈഡ്രേറ്റ് ആണ് 1, ട്രൈപാൽമിറ്റിൻ 7 ആണ്, 0.7 ആണ്. അങ്ങനെയാണെങ്കിൽ 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കാം മക്കളെ, ചെടികളിൽ ഗ്രോത്തിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഗ്രോത്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പെർമനന്റ്, ഓക്കെ, ഇറിവേഴ്സിബിൾ, ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു ദ മെരിസ്റ്റമാറ്റിക് റീജിയൻ. അപ്പൊ മക്കളെ ഓൾ ദി അബവ് അല്ലേ കറക്റ്റ് ആൻസർ? ദാറ്റ്സ് ഇറ്റ്. 31ാമത്തെ ചോദ്യം, സ്റ്റെം ഇലോങ്ങേഷനെ ആര് സഹായിക്കുന്നു എന്നാണ്. ജിബർലിൻ എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇന്റർനോഡൽ ഇലോങ്ങേഷൻ, സ്റ്റെം ഇലോങ്ങേഷൻ ഒക്കെ പറയുന്നുണ്ട്. അതേസമയം മക്കളെ പിന്നെ പറയുന്നത് എപ്പിക്കൽ ഡോമിനൻസിലെ ഓക്സിനെ കുറിച്ചാണ്. അപ്പൊ മക്കളെ 2 അല്ലേ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ? യെസ്. വീണ്ടും 32ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. സെലക്ട് എ കറക്റ്റ് മാച്ച്. ഓക്കെ, ജിബർലിക് ആസിഡ് ഏർലി സീഡ് പ്രൊഡക്ഷൻ കോണിഫേഴ്സ്. വളരെ വ്യക്തമായി തന്നെ ജിബർലിൻസിന്റെ ഫംഗ്ഷൻസ് ലാസ്റ്റ് പാരഗ്രാഫിൽ NCERTയിലുണ്ട്. സൈറ്റോകൈനിൻ ഈ പൈനാപ്പിളില് ഫ്രൂട്ട് സെറ്റ് ചെയ്യോ? ഇല്ല. അത് പറ്റിയ ആളാരാ? അത് എത്തിലിനാണ്. അത് എത്തിലിൻ നോക്കിക്കോളും. സൈറ്റോകൈനിനെ നീ നോക്കണ്ട എന്ന് എത്തിലിൻ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ നോക്കാം മക്കളെ. ഓവർകം സെനിസൻസ്, വാർദ്ധക്യത്തെ തടയുക. യൗവനം നിലനിർത്തുന്ന സൈറ്റോകൈനാണ്. അപ്പൊ അതും വിട്ട്. പിന്നെ നമ്മുടെ എത്തിലിനാണ് സീഡ് മെച്ചുറേഷൻ ഡെവലപ്മെന്റ്. മക്കളെ അത് അബ്സസിക് ആസിഡിലേക്ക് പോയി. അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ജിബർലിക് ആസിഡ് കോണിഫേഴ്സിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സീഡ് പ്രൊഡക്ഷൻ നേരത്തെയാവും. മക്കളെ 33ാമത്തെ ചോദ്യം നോക്കി. ഏത് പ്ലാൻ ഹോർമോൺ ആണ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ടർപീൻ? അപ്പൊ നമ്മള് ഫിസിയോളജിക്കൽ എഫക്ട്സിൽ പഠിക്കുന്നതിന് മുമ്പ് പ്ലാൻ റെഗുലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ റെഗുലേറ്റേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാക്കുമ്പം ഈ പറയുന്ന ടർപ്പീനെ കുറിച്ച് ആരാ? ജിബർലിക് ആസിഡ് ആണ് അല്ലെ. കെരോട്ടിനോയിഡ്സ് അബ്സസിക് ആസിഡിലേക്ക് പോയി, ഗേഷ്യസ് ഹോർമോൺ എത്തിലിലേക്ക് പോയി. അപ്പൊ അത് ജിബർലിക് ആസിഡ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കില്ല. 34ാമത്തെ ചോദ്യം നോക്കും മക്കളെ. വൺ അഡ്വാൻറ്റേജ് ഓഫ് ക്ലീസ്റ്റോഗാമീസ്. ക്ലീസ്റ്റോഗാമിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് മക്കളെ. ക്ലീസ്റ്റോഗാമി എന്ന് പറയുന്നത് ക്ലോസ് ഫ്ലവേഴ്സ് ആണ്. ലാസ്റ്റ് ഇയർ അല്ല, ബട്ട് ബിഫോർ നമ്മുടെ നീറ്റിന്റെ ക്വസ്റ്റൻ ആണ്. ഇറ്റ് ലീഡ്സ് ടു ദ ഗ്രേറ്റർ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. അങ്ങനെ പറയാൻ പറ്റൂടാ? ഇല്ല, കാരണം അത് ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. ദർ ഇസ് നോ ക്രോസ് പോളിനേഷൻ. സീഡ് ഡിസ്പേഴ്സൽ ഇസ് മോർ എഫിഷ്യന്റ്. അതെങ്ങനെ? ആരും ഇല്ല കൊണ്ടുപോകാൻ. സീഡ് സെറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പോളിനേറ്റേഴ്സ്.
വിത്തുകൾ ഉണ്ടാവും വിത്തൗട്ട് ദ ആപ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ്. അപ്പം മൂന്നാമത്തെ അല്ലേ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ. നോക്ക് ഈച്ച് വിസിറ്റ് ഓഫ് പോളിനേറ്റർ, അവിടെ വിസിറ്റിംഗ് നടക്കുന്നില്ല, ക്ലോസ്ഡ് ഫ്ലവർ അല്ലേ. സോ 3 is the right answer. And let's move to the last and the final question of section A. germ pore എവിടെയാണ് കാണുക? അത് പോളൻ ഗ്രെയിൻ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. പോളൻ ഗ്രെയിൻ്റെ എക്സൈനിലല്ലേ കാണുക, അവിടെ സ്പോറോപൊളിനിൻ ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ. യെസ്. അപ്പം 35 ചോദ്യങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്തു. സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാൻ നോക്കാം. യെസ്, സെക്ഷൻ ബി നോക്കാം മക്കളെ. 36ാമത്തെ ചോദ്യം നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സ്പോറോപൊളിൻ ഇസ് ഫാൾസ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. മക്കളെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ എക്സൈൻ ഇസ് മേഡപ്പ് ഓഫ് റോങ് ആണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. സോ എക്സൈൻ ഇസ് മേഡപ്പ് ഓഫ് സ്പോറോപൊളിൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോ എൻസൈം ദാറ്റ് ഡിഗ്രേഡ്സ് സ്പോറോപൊളിൻ സോ ഫാർ നോൺ, ഒന്നിനും ആ കഴിവില്ല, അതും ശരിയാണ്. എക്സൈൻ has apertures called germ pore, correct, but where sporopollen is present, തെറ്റല്ലേ മക്കളെ. അപ്പൊ ഇനി വേറെ ആരെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? സ്പോറോപൊളിൻ റെസിസ്റ്റന്റ് ആണെന്നുള്ളതും സത്യമാണ്. അപ്പൊ 36 3 അല്ലേ മക്കളെ. 37 നോക്കാം. 37ാമത്തെ ചോദ്യം നോക്കാം. PBR 322 frequently used as a vector. ഓക്കെ, ഇവൻ ആരാ എന്ന് ചോദിച്ചാൽ ഇവൻ ഒരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് മക്കളെ, ക്രിയേറ്റഡ് ബൈ ആരാ? ബൊളിവർ ആൻഡ് റോഡ്രിഗ്വസ്. ശരിയല്ലേ? ഓക്കെ. 38 നോക്കാം മക്കളെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺട്രിബ്യൂട്ടഡ് ഇൻ പോപ്പുലറൈസിങ് ദ PCR ടെക്നിക്? താഴെ പറയുന്നതിൽ PCR പോപ്പുലറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ PCR വൈഡ്ലി യൂസ് ചെയ്യാനുള്ള കാരണം DNA ടെംപ്ലേറ്റ് അന്നും ഇന്നും കിട്ടും, അവൈലബിലിറ്റി ഓഫ് പ്രൈമർ അന്നും ഇന്നും കിട്ടും, അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ന്യൂക്ലിയോടൈഡ്സ് ആയതുകൊണ്ടാണ്. ഇതൊന്നുമല്ല, തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ്, ടാഗ് DNA പോളിമറൈസ് ഐസൊലേറ്റഡ് ഫ്രം തെർമസ് എക്കോട്ടിക്കസ്. ഇത് വന്നോട് കൂടിയിട്ടല്ലേ മക്കളെ മാറ്റങ്ങളായത്. മക്കളെ 39ാമത്തെ ചോദ്യം നോക്ക്. ADA ഡെഫിഷ്യൻസി റിസൾട്ട്സ് ഇൻ അഡിനോസൈൻ ഡീഅമിനേസ് റിസൾട്ട്സ്. മക്കളെ ഇൻക്രീസ് റിസ്ക് ഓഫ് ഇൻഫെർട്ടിലിറ്റി ആണോ, ഇന്നബിലിറ്റി ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ആണോ? നമുക്ക് കൃത്യമായിട്ട് അറിയാം അഡിനോസൈൻ ഡീഅമിനേസ് എൻസൈം is crucial for the immune system to function. കറക്റ്റ് അല്ലേ മക്കളെ? യെസ്. 40ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഇൻ ക്ലിനിക്കൽ യൂസ് ഓഫ് ഹ്യൂമലിൻ ഓവർ ദ യൂസ് ഓഫ് കൺവെൻഷണൽ കാറ്റിൽ ഓർ പിഗ്? അപ്പൊ അവർ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഹ്യൂമലിൻ, ഓക്കെ, പരമ്പരാഗതമായ കന്നുകാലികളിൽ നിന്നെടുക്കുന്ന ഇൻസുലിനേക്കാളും ഉള്ള ഗുണം എന്ത്? അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ പഠിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ്. ഇറ്റ് ഡസ് നോട്ട് കോസ് അൺവാണ്ടഡ് ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, അത് ചീപ്പർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈക്കോളൈൽ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നുമല്ല. ഓക്കെ, ഡസ് നോട്ട് കോസ് ഇമ്മ്യൂണോളജിക്കൽ. മക്കളെ 41ാമത്തെ നോക്കാം മക്കളെ. സ്റ്റേറ്റ്മെന്റ് ആണ്. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ദ ഹ്യൂമൻ ഇൻസുലിൻ. മക്കളെ ഈ ചോദ്യം ഒന്ന് ശരിക്കും നോക്കാം. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രീ ഹോർമോൺ, പ്രോ ഹോർമോൺ, ഓക്കെ, ആയിട്ടാണ് ഉണ്ടാവുക. അവർക്കൊരു എക്സ്ട്രാ സി പെപ്റ്റൈഡ് ഉണ്ട്. എല്ലാവർക്കും അറിയാം എ ചെയിനിയും ബി ചെയിനിയും തമ്മിൽ മക്കളെ എ ചെയിനിയും ബി ചെയിനിയും തമ്മിൽ കണക്ട് ചെയ്തതുകൊണ്ട് എ ചെയിനിയും ബി ചെയിനിയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഒരു ചെയിനും കൂടി ഉണ്ട്, സി പെപ്റ്റൈഡ്. കറക്റ്റ് അല്ലേ മക്കളെ? യെസ്. വീണ്ടും നോക്കാം. ഹ്യൂമൻ ഇൻസുലിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 51 അമൈനോ ആസിഡ്. നമ്മൾ NCERTയിൽ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഏതൊരു നീറ്റ് ആസ്പിരന്റും പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ പറയുന്ന അമിനോ ആസിഡ്സ് എത്ര എണ്ണം കൊണ്ടാണ് ഈ പറയുന്ന ആരുണ്ടാക്കിയിരിക്കുന്നത്? ഈ ഇൻസുലിൻ 51. അതായത് 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. ചെയിൻ എയും ഉണ്ട്, ചെയിൻ ബിയും ഉണ്ട്. ശരിയല്ലേ മക്കളെ? ചെയിൻ എ എന്ന് പറയുന്നത് 21 അമൈനോ ആസിഡും ചെയിൻ ബി എന്ന് പറയുന്നത് 30 അമൈനോ ആസിഡും അല്ല. അങ്ങനെയല്ലേ 51 അമൈനോ ആസിഡ്സ്? അത് കൃത്യമായിട്ട് നമുക്കറിയണം. അപ്പൊ മക്കളെ എയും 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. മൂന്നാമത്തെ നോക്കാം മക്കളെ. എ ആൻഡ് ബി ചെയിൻസ് ആർ കമ്പൈൻഡ് ബൈ ഡൈസൾഫേറ്റ് ബോൺസ് ടു ഫോം ഹ്യൂമൻ ഇൻസുലിൻ. അപ്പൊ പിന്നെ എല്ലാം കറക്റ്റ് ആയല്ലോ മക്കളെ. ഇനി ഒരേ ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഇൻ ദീസ് ചെയിൻ എ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 30. അപ്പൊ അത് അവിടെ മിസ്റ്റേക്ക് ആയി. ഇവിടെ 21 വരണമായിരുന്നു, ഇവിടെ 30 വരണമായിരുന്നു. കണ്ടോ? ചെറിയൊരു വ്യത്യാസം അല്ലേ? ചെറിയൊരു വ്യത്യാസം നമ്മളെ ട്രാപ്പിലാക്കുമായിരുന്നു. ഓക്കെ മക്കളെ, അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? മിസ്റ്റേക്ക് വന്നത് 4 ആണ്. സോ 4 is the wrong statement. Is it? മക്കളെ 42ാമത്തെ ചോദ്യം നോക്ക്. An association between
two individuals or population where both are benefited. രണ്ടു പേർക്കും ഗുണം കിട്ടുന്നത് മ്യൂച്വലിസം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ മക്കളെ? സോ 4 is the right one. അല്ലേ? രണ്ടു പേർക്കും ഗുണം കിട്ടുന്നത്. സോ പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ്, പ്ലസ് പ്ലസ് ആൻഡ് പ്ലസ്. ഓക്കെ മക്കളെ 43. 43ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കിത് പോയി നോക്കാം. Let's move. Consider the 4 condition A to D and select the correct pair of adaptation to environment in desert lizard. അപ്പൊ ഡെസേർട്ട് ലിസാർഡിന് എടുക്കുകയാണെങ്കിൽ മണ്ണ് കുഴിച്ചിട്ട് ചൂടിനെ ഓവർകം ചെയ്യും. അത് കറക്റ്റാണ്. ലോസിങ് ഹീറ്റ് റാപ്പിഡ്ലി ഫ്രം ദ ബോഡി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചൂട് കൂടുന്ന സമയത്ത് അവർക്ക് ഹീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കുക. ബാസ്ക് ഇൻ ദ സൺ വെൻ ടെമ്പറേച്ചർ ഇസ് ലോ, വെയിൽ കായാൻ പോകും. ഇൻസുലേറ്റിംഗ് ബോഡി ഡ്യൂ ടു തിക് ഫാറ്റി ഡെർമിസ്. ഓക്കെ അത് തെറ്റല്ലേ മക്കളെ? ഓക്കെ, തിക് ഫാറ്റി ഡെർമിസ് ഉള്ളത് ഇവനല്ലല്ലോ, നമ്മുടെ സീലിനൊക്കെ അല്ലേ. അപ്പൊ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് അവര് നന്നായിട്ട് ശ്രമിക്കും. എന്നാൽ മാത്രമേ അവരുടെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് പ്രഡേഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ മക്കളെ? എ വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുക്കാം, സി വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുക്കാം മക്കളെ. 4 is the right answer. Is it? Yes. 44ാമത്തെ ചോദ്യം നോക്കും മക്കളെ. എ പോപ്പുലേഷൻ ഗ്രോയിങ് ഇൻ എ ഹാബിറ്റാറ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പൊ തന്നെ ഉറപ്പിച്ചു ഏതാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണെന്നുള്ളത് ഉറപ്പിച്ചു. 4 phases ഓഫ് ഗ്രോത്ത്. ലോജിസ്റ്റിക്കിന്റെ പ്രത്യേകത എന്റെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആ ഗ്രാഫ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ലാഗ് ആണ്, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ, ദെൻ ഡീസലറേഷൻ, ഇങ്ങനെ കയറി പോകും. അവസാനം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും. കോൺസ്റ്റന്റിനെ നമ്മൾ അസിംപ്റ്റോട്ട് എന്ന് വിളിക്കും. അപ്പൊ മക്കളെ ഏറ്റവും ആദ്യം മക്കളെ ലാഗ് ആണ്, അതിനുശേഷം ആക്സിലറേഷൻ ഫേസ് ആണ്, അതിനുശേഷം മക്കളെ ഡീസലറേഷൻ ഫേസ് ആണ്, അവസാനം മക്കളെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അസിംപ്റ്റോട്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ആക്സിലറേഷൻ അല്ല, ആദ്യം തന്നെ അസിംപ്റ്റോട്ട് അല്ല, ലാഗ്, ആക്സിലറേഷൻ, ഡീസലറേഷൻ, അസിംപ്റ്റോട്ട്. അപ്പൊ 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? that's it. 45ാമത്തെ ചോദ്യവും മക്കളെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. നമുക്ക് നോക്കാം. യെസ്, ലീച്ചിങ് എന്ന് പറയുന്നത് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഇൻഓർഗാനിക് റൈസ് ടു ദ ടോപ്പ് ലെയർ, ഒരിക്കലും അപ് ടു ദ സോയിൽ ഹൊറൈസൺ, അടിത്തട്ടിലേക്ക് പോകുന്നതാണ്. അപ്പൊ 30. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് earthworm സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി, ശരിയല്ലേ? അഴുകി തുടങ്ങുന്നത്, അത് കറക്റ്റ് ആണ്. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത് ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ഡാർക്ക് കളേർഡ് സബ്സ്റ്റൻസ്, കറക്റ്റ് ആണല്ലോ മക്കളെ. വിച്ച് അണ്ടർഗോ മൈക്രോബിയൽ ആക്ഷൻ അറ്റ് എ വെരി ഫാസ്റ്റ് റേറ്റ്, ഡോണ്ട് ഡു അറ്റ് എ സ്ലോ റേറ്റ്. ലാസ്റ്റ് ഇനി ഒന്നും കൂടി ഉള്ളൂ, കാറ്റബോളിസം, ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ തന്നെ നമ്മൾ 30. പിന്നെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ കറക്റ്റ്. ഫ്രാഗ്മെന്റേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ കർഷകന്റെ സുഹൃത്തും വഴികാട്ടിയും. earthworm is the right answer. മക്കളെ 46ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രൊഡക്ടിവിറ്റി ഇസ് ട്രൂ? സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി മക്കളെ എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഒരേപോലെ വരുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്ഥലത്തും പ്രൈമറി പ്രൊഡക്ടിവിറ്റി ട്രോപ്പിക്കൽ, ഡെസേർട്ട് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അടുത്ത് നോക്കുക. ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഹോൾ ബയോസ്ഫിയർ. മക്കളെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഞാൻ അങ്ങനെ പറഞ്ഞും പോയി, അവിടെ പ്രൈമറി ഇല്ല. അപ്പൊ അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. നീറ്റ് എക്സാമിനേഷൻ ആണ്. നമ്മൾ പഠിച്ചുപോയ സെന്റൻസുകൾ ഉരുവിട്ട് വരുമ്പോൾ അവിടെ കാണാനില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് അവൈലബിൾ ഫോർ ദ കൺസംപ്ഷൻ ഓഫ് കാർണിവോഴ്സ്. എങ്ങനെ മക്കളെ നമുക്കിത് സംഭവിക്കും? കാർണിവോഴ്സിനാണോ? അല്ല. നെറ്റ് പ്രൈമറി ഒരിക്കലും അവർക്കല്ല. ഓക്കെ, അവർക്ക് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചല്ലേ നമ്മൾ പറയാം. അവസാനത്ത് നോക്കാം മക്കളെ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാന്റ് സ്പീഷീസ് ഇൻഹാബിറ്റിംഗ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അതല്ലേ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി. അത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നെറ്റ് പ്രൈമറി ഇല്ലാത്തതുകൊണ്ട് അവനെ നമുക്ക് തട്ടാം. എന്നാലും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാന്ന് ചോദിച്ചാൽ 4 ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ 47ാമത്തെ ചോദ്യം നോക്ക്. ലീച്ചിങ് എന്ന് പറയുന്നത് വാട്ടർ സോളിബിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ഗോസ് ടു ദ സോയിൽ ഹൊറൈസൺ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആൻസർ ഒരുവിട്ട് പോയാൽ പിന്നെ മിസ്റ്റേക്ക് ഇല്ല. അപ്പൊ A43 ആണ്. A43. ഇപ്പൊ 2 ഓപ്ഷൻ നമുക്ക് തട്ടി. ഓക്കെ,
രണ്ടാമത്തെ നോക്കുക ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം എന്ത് ചെയ്യും ചോദിച്ചാൽ അത് കാറ്റബോളിസം ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ B41 ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അടുത്ത് നോക്കാം മക്കളെ അക്യുമുലേഷൻ ഓഫ് ഡാർക്ക് കളർ സബ്സ്റ്റൻസ് ഹ്യൂമിഫിക്കേഷനിലെ C44. മക്കളെ ഫ്രാഗ്മെന്റേഷന്റെ കേസ് എടുത്താൽ ബ്രേക്സ് ഇൻ ടു ഡെട്രൈറ്റസ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. അപ്പൊ മക്കളെ D2 ആണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ 2 അല്ലേ മക്കളെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓക്കെ യെസ്. 48 നോക്കാം മക്കളെ വിച്ച് കൈൻഡ് ഓഫ് തെറാപ്പി ഗിവൺ ഇൻ 1990. അപ്പൊ തന്നെ കിട്ടി ജീൻ തെറാപ്പി. ഓക്കെ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ചോദ്യത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ടു എ 4-year-old girl child with adenosine deaminase deficiency. ഹൈബ്രിഡോമി ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ജീൻ തെറാപ്പി റീകോമിനന്റ് DNA ടെക്നോളജി. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകണമെങ്കിൽ 2 is the right answer. ശരിയല്ലേ മക്കളെ? യെസ്. 49 ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ലാസ്റ്റ് ബട്ട് വൺ. ഐഡന്റിഫൈ ദ സൈറ്റോക്രോം വിച്ച് ആക്ട് ആസ് എ മൊബൈൽ കാരിയർ that transfer the electrons between 3 and 4. മക്കളെ സൈറ്റോക്രോം BC1നെയും അതല്ലേ 3 എന്ന് പറയുന്നത്. യെസ്. അതേപോലെ തന്നെ മക്കളെ സൈറ്റോക്രോം A3നെയും തമ്മിൽ ഓക്കെ കണക്ട് ചെയ്യുന്ന ദൂതനായിട്ട് ഹംസമായിട്ട് ആക്ട് ചെയ്തത് ആരാ? ഹംസമായിട്ട് ആക്ട് ചെയ്യുന്ന ആരാ മക്കളെ? ഒരു സംശയമില്ല, അത് C അല്ലേ മക്കളെ? സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു സൈറ്റോക്രോം C. അപ്പൊ 4ാമത്തെ ഓപ്ഷനിലെ കറക്റ്റ് സൈറ്റോക്രോം C is the right answer. മക്കളെ അവസാനത്തെ സെക്ഷൻ ബിയില് ആൻഡ് ലൈവിലെ ഏറ്റവും അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കയറാണ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ ഈസ്റ്റർ യൂസ്ഡ് ടു മേക്ക് ചീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. തൈര് ഉണ്ടാക്കുകയില്ല. ചീസ് ഉണ്ടാക്കും, ബിയർ ഉണ്ടാക്കാം. ഓക്കെ അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ മാത്രം നമ്മൾ തട്ടി. ഓക്കെ അടുത്ത നോക്കാം മക്കളെ. 2 ഓപ്ഷൻസ് ഉണ്ട്, ചീസും ബിയറും. ഓക്കെ ചീസും ബിയറും. തൈരില്ല, അപ്പൊ ഇവിടെയും തട്ടി ചീസും ബിയറും. അടുത്ത് നോക്കാം മക്കളെ. എ ഡാഷ് സ്പോട്സ് ആർ സീൻ ഓൺ മസ്റ്റാർഡ് ലീവ്സ്. മസ്റ്റാർഡ് ലീഫിൽ കാണുന്ന അസുഖം അത് ഉണ്ടാക്കുന്നത് ആൽബുഗോ ആണെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് ഡി ആൽബുഗോ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആൽബു ഉണ്ടാക്കുന്നത് വൈറ്റ് ട്രസ്റ്റ് അല്ലേ, വൈറ്റ് സ്പോട്സ് അല്ലേ? അത് ആക്യുറേറ്റ് ആയിട്ട് NCERT വൈറ്റ് സ്പോട്സ് ഒന്നുമില്ല, പക്ഷെ നമ്മളത് പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ ആൽബുഗോ ഡീൽ ഉണ്ടോ നോക്കാം മക്കളെ. യെസ്, ഇവിടെ ആൽബുഗോ ഉണ്ട്. അതേപോലെ തന്നെ മക്കളെ ഇവിടെ ഒന്നും ഡിയിൽ ആൽബുഗോ ഇല്ല. വൈറ്റ് ട്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ഇൻ. മൈസീലിയം സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഫൈക്കോമൈസീസ് ഒഴികെ. അപ്പം നോക്കാം മക്കളെ ഓൾട്ടർനേറിയ. ഇ എന്ന് പറയുന്നത് ഓൾട്ടർനേറിയ. അപ്പൊ ഓൾട്ടർനേറിയ വേണമെങ്കിൽ പറഞ്ഞൂടെ, ഓൾട്ടർനേറിയ ഡിറ്ററോമൈസീസ് അല്ലേ? അപ്പൊ സെപ്റ്റേറ്റും ബ്രാഞ്ച്ഡും അല്ലേ? ഓക്കെ ഫൈക്കോമൈസീസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സൂസ്പോസ് ഓർ ബൈ എപ്ലാനോസ്പോസ്. മക്കളെ ഏറ്റവും ഗംഭീരമായ ആൻസർ, ഒരു സംശയമില്ല നമ്മുടെ മുമ്പിൽ 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. ഈസ്റ്റ് ചീസും ബിയറും ഉണ്ടാക്കാൻ സഹായിക്കും. വൈറ്റ് സ്പോട്സ് ആൽബുഗോന്റെ കാരണം കൊണ്ടാണ്. മൈസീലിയം സെപ്റ്റേറ്റും ബ്രാഞ്ചും ഡിറ്ററോമൈസീസ് ആണ്. ഫൈക്കോമൈസീസിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഏതാ? സൂസ്പോസ് അല്ലെങ്കിൽ എപ്ലാനോസ്പോസ്. ഓക്കെ മോട്ടൈലും നോൺ മോട്ടൈലും. മക്കളെ ഇതോട് കൂടിയിട്ട് നമ്മൾ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഫുൾ സ്കോർ കിട്ടിയവർക്കെല്ലാം കൺഗ്രാറ്റുലേഷൻസ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കോൾ ഓർ ആസ്ക് അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെന്റർ വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇൻ കേസ് ഓഫ് എനി ക്ലാരിഫിക്കേഷൻസ് ആസ് റിക്വയർഡ്. ഓക്കെ സോ താങ്ക് യു, ബൈ.